പിന്നെ ഇതാ ഇവിടെ ഇതിന്റെ സ്ഥലമുണ്ട്, അത് ഗുഹയിലേക്കുള്ള സ്ഥലം. അത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഉള്ളിലേക്കും പോവും. പണ്ട് പുലി ഇറങ്ങിയ ഒരു സ്ഥലമായിരുന്നു. പുലി ഇറങ്ങിക്ക് പിന്നെ ടെററിസ്റ്റ് ഇറങ്ങിക്ക്. അതല്ലേ തലശ്ശേരി? തലശ്ശേരി കോപ്പറേറ്റീവിന്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ സ്ഥലം? അതാ ഞാൻ പഠിച്ച സ്കൂള്, NAM സ്കൂൾ. അപ്പൊ അവിടെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. വിശാലമായ കാടും പച്ചപ്പും പരിതാപകവും. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിങ്ങനെ കേരിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇത്രക്കാരോ ഇതിങ്ങനെ കേരിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഒരു സ്ഥലമുണ്ട്, കനകമല. കനകമലേന്റെ ഒരു ചരിത്രം പറ. അതൊക്കെ പറഞ്ഞിടാ പക്ഷെങ്കില് വ്ളോഗ് തുടങ്ങിയതിന് ശേഷം എന്തായാലും നമ്മളെ നാട്ടിലൊരു സ്ഥലം കാണിച്ചെന്നെങ്കിൽ ഭയങ്കര മോശമല്ലേ. അപ്പോ നിനക്ക് അതൊക്കെ നിങ്ങള് നോക്കണ്ട, എന്നുണ്ട് സ്ഥലം എന്നും കയറിയുണ്ട്. പിന്നെ ഇന്ന് മഴ ആയതുകൊണ്ട് എവിടെയും പോയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും കനകമല ഒന്ന് കയറിയിട്ടിരിക്കുക. പിന്നെ എൻ്റെ പെങ്ങൾ ഇതുവരെ കനകമല കണ്ടിട്ടില്ല, അതുകൊണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ച്. പിന്നെ ഇനിയൊന്നുമില്ല, തീരെ ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കടുപ്പുണ്ട്. അപ്പൊ ഇനി എന്തായാലും മേലെത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ അതിനടുക്ക് എന്തെങ്കിലും നല്ല ഇതുണ്ടെങ്കിൽ അത് കാണിച്ചു. ഇതെന്തായാലും നിങ്ങൾ ഫുള്ള് വീഡിയോ ഉണ്ടോ എന്ന് വെച്ചാല് ഭയങ്കര രസമുള്ള ഒരു ഫുള്ള് ഗുഹേന്റെ സ്ഥലവും അങ്ങനെ എന്താ ഓരോ ഇതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മേലെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് ഏകദേശം ഒരു കനകമലേന്റെ ഏകദേശം പകുതി ആയിക്കില്ലേ, ഒരു ഭാഗം ആയിക്കാള്ളൂ. പണ്ട് നമ്മൾ ഫുള്ള് എന്താ പറയാ ഈ കനകമല നല്ല പെട്ടെന്ന് കയറിയിരുന്നു. ഇതിപ്പോ എല്ലാ ഫിറ്റ്നസ്സും എല്ലാം പോയി. പിന്നെ ഇത് ഈ ഭാഗം കാണുന്നത് തലശ്ശേരി ഭാഗം. നിങ്ങൾക്ക് എൻ്റെ ഫോണ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റൂല. എന്തായാലും കാണിച്ചു തരാം. പിന്നെ എന്നെയുണ്ട് ഇതാ സ്ഥലം എന്നെയും കയറി പോവുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മേലെ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങ് എത്തിയിട്ട് കാണാം. അച്ഛേ ടാറ്റ കൊടുക്ക്. എന്നാ ഇവിടെ ഉണ്ടോ? ഇതാ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം. സാധനം നോക്ക്. അതല്ലേ തലശ്ശേരി? തലശ്ശേരി കോപ്പറേറ്റീവിന്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും മേലെ എത്തിയിട്ട് എന്തായാലും മേലെത്തൊന്നും വേണ്ട, കുറച്ചൊന്ന് കയറുമ്പോഴത്തേക്ക് അടുത്ത വ്യൂ പോയിന്റ് എത്തും. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ നമ്മള് മേലെ കയറിയിട്ട് തിന്നതിനുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ലൈസും സാധനമല്ലോ എല്ലാം എൻ്റെ പെങ്ങൾ സ്പോൺസേഡ്. സ്ഥലത്തിനെ പറ്റി എന്ന് പറയല്ലേ, നല്ല അഭിപ്രായം, അടിപൊളി സ്ഥലമാണ്. സ്ഥലം പറ്റി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതല്ല അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് മേലെ എത്തിയിട്ട് കാണാം. അതായത് കുറച്ചും കൂടി മേലെ കയറിയിട്ടുള്ള കാഴ്ച ഇത്. പിന്നെ ഇതാ ഇവിടെ പണ്ട് പുലി ഇറങ്ങിയ ഒരു സ്ഥലമായിരുന്നു. പുലി ഇറങ്ങിക്ക് പിന്നെ ടെററിസ്റ്റ് ഇറങ്ങിക്ക്. പിന്നെ പോകുന്നതിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇങ്ങോട്ടേക്ക്. അത് മറ്റേ ഇങ്ങനെ വേരിലൂട്ട വെള്ളം വരുന്നൊരു സ്ഥലം. കനകമലേന്റെ അതും കനകമല എന്ന് പറയൂ. ഇനിയൊന്നുമില്ല. ഇനി അതാ സ്ഥലത്തേനായിക്കണ്ട് ഏകദേശം. അപ്പോൾ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നമ്മളെ കനകമലേന്റെ മേലത്തെ കാഴ്ച നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതാ നല്ല വിശാലമായ കാടും പച്ചപ്പും പരിതാപകവും. ഇന്നല്ല മലയാളം പഠിക്കുന്ന പറഞ്ഞോടുക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ ശരിയാവില്ല. പാട്ടുകാരനാ കേട്ടാ. നമുക്ക് കോളേജിന്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട് നാളെ. ഇന്ന് കോളേജ് ഇല്ല, അതുകൊണ്ട് നമ്മള് ഇന്ന് ലീവ്. അതുകൊണ്ട്
നാളെ എന്തായാലും കോളേജിൽ നിന്ന് വ്ളോഗ് എടുക്കുമ്പോൾ ഇവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കൂ ഞാന്. പാട്ട് പാടണം തീർച്ചയായിട്ടും. ആ പണ്ട് ഓരോ പണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ പോയാരോ ഓരോ ടീച്ചർമാരിലും വരുമ്പോ ഞാൻ പാടും ടീച്ചർമാരുടെ ഇവൻ പാട്ടുകാരനാന്ന് പറഞ്ഞ് ഇങ്ങനെ പാട്ട് പഠിക്കല്. ഇപ്പൊ കോളേജിൽ മൊത്തം ഫേമസാ. ഇപ്പൊ ഞാൻ കോളേജിൽ പോക്കില്ല, അതാ പ്രശ്നം. പണ്ട് ഫസ്റ്റ് ഇയർ ആകുമ്പോ ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു, ഇങ്ങനെ പോണം പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല, ഒരു ഇതില്ല, മൂഡില്ല. പക്ഷെ ഇപ്പൊ വ്ളോഗ് എടുക്കുന്നോണ്ട് അറിയാ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് പോണോന്നുണ്ട്. ഏതാ കോളേജിലേക്ക് ഇനി വരും. യെസ്. എന്താ പിന്നെ നല്ല സ്ഥലം ഇതാ. പിന്നെന്താ പിന്നെ അങ്ങോട്ടേക്ക് നല്ലൊരു ഗുഹേന്റെ ഒരു സ്ഥലമുണ്ട്, അതെല്ലാം ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. അതാ പ്ലേസ്. ഒന്ന് ബയലിച്ചു തരാം. ബയല് ഒച്ചയാണത്. അപ്പൊ എന്നാലും കുറച്ചും കൂടി അങ്ങോട്ട് നല്ല ഇതുണ്ട്, സാമ്യെല്ലാം ഉണ്ട്. നമ്മൾ ടി സി അല്ലേ, ഓനെ ഭയങ്കര അറിയുന്നതാ, അവന്റെ മെയിൻ ആളാ അത്. ഇവൻ പണ്ട് മറ്റേ ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ ഡെയിലി സ്കൂൾ വിട്ട് ഒരേ പോക്കാ. അങ്ങനെ പോയിട്ട് മുഹമ്മദിനെ അറിയാൻ ചോദിച്ചാല് ഇതാവും. സാമി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും അവിടെ എത്തട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ കനകാലയന്റെ മേളത്ത് ഇതിന്റെ പേരുന്നേനു, ഇതിന്റെ പേരുന്ന അല്ല മഠം എന്ന് പറയീന്. ഗുരുകുലം. ഇതാ ഇവിടെ തന്നെ പേരില്ലേ, ഗുരുകുലം. അപ്പൊ ഇവിടെ പണ്ട് കുറെ ചരിത്രമുണ്ട്. അപ്പൊ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യാൻ. നമുക്ക് ചരിത്രം ഒന്നും അറിഞ്ഞൂടാ അല്ലെ? എനിക്കറിയവാ, അതൊക്കെ അറിയവാ. അപ്പൊ ഇതാ സ്ഥലം ഫുള്ള് വേണ്ട. അത് ആട പേരുന്ന ഇതാക്കണം. പിന്നെ ഈ കിണറ് ഞാൻ കാണിച്ചു തരാം. നല്ല ആയുള്ള സ്ഥലം ഇത്. ഇതാ സ്വാമി ഇതെല്ലാം അറിയാവാ? കിണറിന്റെ ആയങ്ങൾ മൈക്കാറ്റ് അതിനുള്ളിൽ പോയിക്കൊണ്ട് പിന്നെ തീർന്നു. കാണിച്ചതല്ല കാണോ അവിടെ ഒന്ന് ഫോക്കസ് ആവടാ. ഇതാണ് കിണറ്. പക്ഷെ ഇതിന് നല്ല ആയമുണ്ട്. അപ്പോ ഇതാണ് മഠം അല്ല ഇത് ഗുരുവിലോ. പിന്നെ ഇതാ ആടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ ഭാഗത്ത്. എന്തായാലും പിന്നെതാ ഇത് ഇതിന്റെ ബാക്ക് സൈഡ് ഇതല്ലേ. ഇതിപ്പോ അടുത്തെന്നല്ല, ഒരു 5-8 കൊല്ലം മുമ്പ് ഇതാക്കിയതാ. പക്ഷെ ഇതെല്ലാം പണ്ടേ ഉണ്ട്. ഇതാ അതല്ല എന്നെ സ്കൂള് അതായി കാണുന്നു. അല്ല ഇവിടെ അല്ലേ, അതാ ഇതാ നമ്മളെ എന്നെ എടാ ഇവിടെ പൂട്ടിയാ. ഇതാ ഇവിടെ ഇങ്ങനെ ഇത് തന്നെ ഇവിടെ. അയ്യോ ഞാൻ മണ്ടന. ഇതാ ആടെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ സ്ഥലം? അതാ ഞാൻ പഠിച്ച സ്കൂള്, NAM സ്കൂൾ. അപ്പൊ അവിടെ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ നേണ്ടേ കമന്റ് ചെയ്യും. പിന്നെ ഇതാ ഇവിടെ ഇതിന്റെ സ്ഥലമുണ്ട്, അത് ഗുഹയിലേക്കുള്ള സ്ഥലം. അത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഉള്ളിലേക്കും പോവും. സാല അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പേടിക്കുന്നതാണ്. ഇതാ ഇങ്ങനെ കാഴ്ച കാണിച്ചറിയാന്. സ്കൂളിലെ കാറെല്ലാം കാണുന്നുണ്ട്. കാറെല്ലാം കാണുന്നുണ്ട്. അതാ എനിക്ക് സൂം ആക്കാൻ പറ്റും. മറ്റേ ഇതിലെങ്ങനെയല്ലോ ഫോക്കസ് ആവുന്ന ഭാഗ്യ. ഇനി നമുക്ക് എന്തായാലും താഴെ ഇറങ്ങിക്കൂടാ? താഴെ ഇറങ്ങിയിട്ട് പിന്നെ മേലെ കയറ്റിയിട്ട് ഇതിൻ്റെ ഇത് കാണാം. അപ്പോ ഇനി ഗുഹയിലേക്ക് പോകാൻ പറ്റൂല, അവിടെ മഴയായോണ്ട് ഇങ്ങനെ ഊരിപ്പോകും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. എന്തായാലും ഇവിടെയുള്ള ഓരോ ഇതെല്ലാം ഇനി കാണിച്ചു തരാം. ഇനി വേറെ ദിവസം ഇങ്ങനെ മഴയെല്ലാം കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നതാണ്.
ഇപ്പൊ ഇതാ നമ്മള് പോന്നല്ലേ അപ്പൊ ഇനി ഇനി എത്ര പ്രാവശ്യം ഇവിടെ നമുക്ക് ഞാൻ 4 പ്രാവശ്യം വന്നു ഇവിടെ. 4. ഞാൻ ഏകദേശം അത്ര തന്നെ വന്നിട്ട്. ഇതിന്റെ ഏത് ഭംഗി ഒന്ന് താഴെയാണ് ആ ഒരു പാറ അല്ലേ. പറ. പക്ഷെ ഒരു ആടെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് മഴയുണ്ട്. ഒരു സാഹചര്യം കൊണ്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങാത്തത്. ഓക്കെ. അപ്പോ ഇനി എന്തായാലും പോയിട്ടൊന്നും കാണാനൊന്നുമില്ലേ. നോക്കില്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പോ നമ്മള് സാമിനോട് ചോദിച്ച്, ഞാൻ സാമിനോട് വീഡിയോ എടുക്കാണ്ട് നിന്നതാ. എന്ന് വെച്ചാല് എന്താ പറയാ, ഒരു ഇതല്ലേ, എന്താ പറയാ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അങ്ങനത്തെ ഒരു നമ്മൾ റെസ്പെക്ട് ചെയ്യണല്ലോ. ചിലപ്പോ ചില ആൾക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇതുണ്ടാവില്ല വീഡിയോയിൽ വരേന്. അതുകൊണ്ട് ഞാൻ എടുക്കാണ്ടിരുന്നതാ. അപ്പോൾ സാമിനോട് ചോദിച്ചാലും പറഞ്ഞത് ഇത് പണ്ട് ഇതിനും മറ്റേ പണ്ടുള്ള അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒപ്പം ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗുഹയാണ് പോലും. അത് പക്ഷെ ഇപ്പോ ഈ ഗുഹയിൽ ഇങ്ങനെ ഏകദേശം നേരെ പൂട്ടി ഇതാക്കിയിരിക്കും, മണ്ണൽ ഇടിച്ചിട്ട്. പിന്നെ അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഇതുണ്ടായിരുന്നു, മണ്ഡലം. മണ്ഡപം. പിന്നെ നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ പഠിക്കാനെല്ലാം വരുത്തുണ്ട്. പിന്നെ സ്ഥലമാണ് ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥലം. ഇവിടെ അധികം ആൾക്കാരും വരുത്തുണ്ട്. എങ്ങനെ നമ്മള് ഇത് സ്ഥലം വരുന്നത് മേക്കുന്ന് ടൗണില്, ആരോടും ചോദിച്ചാലും പറഞ്ഞു തരും ഈ സ്ഥലം. പക്ഷെ മേക്കുന്നിലെ ആൾക്കാർ അധികം വരുത്തില്ലെങ്കിലും പക്ഷെ വേറെ വേറെ സ്ഥലത്തൊന്നും ഇങ്ങനെ വരുത്തില്ല. ഒരുപാട് പ്രകൃതിയെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇവിടെ വരുത്തുന്നുണ്ട്. പിന്നെ പണ്ടുള്ള ഓരോരുത്തർ ഇങ്ങനെ യാത്ര ചെയ്ത ഒരു ഗുഹ ഉണ്ടാവല്ലോ, ആ ഒരു ഗുഹേനെ അത് പക്ഷെങ്കില് ഞങ്ങക്ക് കാണിക്കാൻ പറ്റിയില്ല. അവിടെ ഫുള്ള് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ കണ്ണൂർ ജില്ലയില് ഓറഞ്ച് അലേർട്ടാ. എന്നിട്ട് നമ്മളിവിടെ കാണാൻ വന്നു, പക്ഷെ അതിനുള്ളിൽ പോകാൻ പറ്റിയില്ല. അത് മറ്റേ മഴയെല്ലാം വന്ന് ഫുള്ള് ഊരുന്നുണ്ട്. അപ്പോ അവിടെ പോകാൻ പറ്റിയില്ല. ഇനി വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ ഇതാ കുറച്ചൊരു 5-6 ലേസും കൂടി ഉണ്ട്. കാണിക്കേ അല്ല, ഇങ്ങനെ കാണിക്കൂല, ഇനി പേടിക്കണ്ട. ഇതെന്നാ ഇത്? ഇത് ഒരു കൈക്ക്. അപ്പോ എന്റെ പെങ്ങളെ ഓരോ സ്പെഷ്യൽ സാധനം അത് ഞാൻ ഇതായിക്കോളും. അപ്പോ ഓരോ സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് കഴിച്ചിട്ട് നമ്മൾ അതിന് താഴെ ഇറങ്ങട്ടെ. അല്ല, എനിക്ക് എന്താ പറയണ്ട, പറയില്ല. അപ്പൊ അക്ഷയന്റെ പാട്ട് ഒക്കെ ഇനി എല്ലാവരും നാളെ കോളേജിന്റെ ഒരു വ്ലോഗ് വരുന്നുണ്ട്. അതിനു വേണ്ടി കാത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇനി എന്തായാലും നമ്മള് താഴെ ഇറങ്ങിട്ട് ഇപ്പം വേണ്ട, ഇനിയിപ്പോ വീഡിയോ ഓഫ് ആക്കിട്ട് ഞാൻ ഇന്റെ ഇപ്പം പാടുന്നില്ലെന്നല്ല, ഇപ്പം വേണ്ടാലോ. അത് വേണ്ട തിന്നിട്ടുണ്ടെങ്കില് എന്തായാലും ഇനി നമ്മള് താഴെത്തിട്ട് ഇതാക്കാം. കുളം കാണിച്ചു തരാം. ചെറിയൊരു കുളം അപ്പുറമുണ്ട്. അപ്പൊ ഇനി എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്കും ചെയ്യാം. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.